ലാലേട്ടൻ ശരിക്കും വിനിച്ചേട്ടനെ എടുത്തു പൊക്കി ഫൈറ്റ് ചെയ്തതാണോ? ആ ഫൈറ്റ് അതെ, അത് ശരിക്കും എനിക്ക് ഭയങ്കര റിസ്ക് ഉള്ള കാര്യം അറിയോ? ചേച്ചി പറഞ്ഞു കേട്ടോ, കഷ്ടം തോന്നുന്നു. ലാലേട്ടന് ഷോൾഡർ പെയിൻ ആയിരുന്നു അന്ന്. ഷോൾഡർ പെയിൻ ആയിരുന്നു അന്ന് ഉണ്ടായിരുന്നോ? ലൊക്കേഷൻ ഉണ്ടായിരുന്നു, കിടക്കാൻ കുഴപ്പമില്ലല്ലോ. അങ്ങനെ അത്രയും കെയർ ചെയ്തിട്ട് ആ ഫൈറ്റ് ഭയങ്കര റിസ്ക് ആയിരുന്നു. ആ ഫൈറ്റ് അതെനിക്ക് ഭയങ്കര ഇത് തോന്നി. എന്തെന്നറിയോ, ആ ഫൈറ്റ് കഴിഞ്ഞ് അത്രയും സ്ട്രെയിൻ ആണ്. ഉച്ചയ്ക്ക് ബ്രേക്കിന്റെ ടൈമില് ഞാൻ 80 കിലോ ഉണ്ട്. എന്റെ അമ്മേ, 80 കിലോ ഉള്ള വിനിച്ചേട്ടനെ പൊക്കിയെടുത്തോണ്ടാണ് ലാലേട്ടൻ ഫൈറ്റ് ചെയ്തത്. അപ്പോ അത് കഴിഞ്ഞിട്ട് ആ ഫൈറ്റ് കഴിഞ്ഞ് നമ്മളൊക്കെ റെസ്റ്റ് എടുക്കും. ആ സമയത്ത് ലാലേട്ടൻ്റെ ഫാൻസിലെ ആൾക്കാർ ഒരുപാട് പേര് പല സ്ഥലത്തു നിന്നും, കേരളത്തിന്റെ ഓൾമോസ്റ്റ് എല്ലാ സ്ഥലത്തു നിന്നും ഓരോ ഗ്രൂപ്പായിട്ട് കുറെ ആൾക്കാർ അവിടെ വരും. ഒരു 10,000 പേരിന് മേളിലുണ്ട്. മിനിമം 1000 പേർക്ക് മേളിലെങ്കിലും ഉണ്ട്. അവരുടെ കൂടെ എല്ലാം ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചിട്ട് ഉടനെ ഫോട്ടോ എടുക്കും. ഫോട്ടോ എടുത്തു കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് എല്ലാവരും പോകും. പിന്നെ ഏട്ടൻ ഡ്രസ്സ് മാറി നേരെ ഷൂട്ടിന് വരും. എനിക്ക് ആ റെസ്റ്റ് പോലും എടുത്തിട്ടില്ല അവിടെ. അത്ര സ്ട്രെയിൻ ഉണ്ട് ഈ സിനിമയിൽ. ലാലേട്ടൻ എടുത്തിട്ടുണ്ട് ഫൈറ്റിനായാലും. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞില്ലേ, ഓരോരുത്തരും ഈ സിനിമയ്ക്ക് എടുത്തിരിക്കുന്ന ഒരു വലിയ സ്ട്രെയിൻ ഉണ്ട്. ആ സ്ട്രെയിൻ ആണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ വിജയത്തിന്റെ ഒരു ഭാഗമായിട്ട് വരാൻ. ഈ ആൾക്കാർക്ക് ഇത്രയും സ്വീകരിച്ചതിന്റെ റീസൺ ആ സ്ട്രെയിൻ്റെ ഒരു ബലമാണ്. അത് കണ്ടാൽ തന്നെ നമുക്കറിയാം എന്തുമാത്രം എഫേർട്ട് എടുത്തിട്ടാണ് ആ ഒരു സിനിമ എടുത്തിരിക്കുന്നത്.